പുതിയ മദ്യനയത്തെക്കുറിച്ച് ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന സർക്കാർ വാദം പൊളിയുന്നു. മദ്യനയത്തിലെ മാറ്റം അജണ്ടയാക്കി ടൂറിസം വകുപ്പ് 21-ന് വിളിച്ച യോഗത്തിന്റെ വിവരങ്ങൾ പുറത്തുവന്നു. യോഗത്തിൽ ബാർ ഉടമകളും പങ്കെടുത്തിരുന്നു. ഡ്രൈ ഡേ മാറ്റുന്നതടക്കം യോഗത്തിൽ ചർച്ചയാവുകയും ചെയ്തു. കാര്യങ്ങൾ നടപ്പിലാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പണപ്പിരിവിന് ശ്രമിക്കുന്നു എന്നുള്ളത് വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. അതിശക്തമായിട്ടുള്ള നടപടി അത്തരക്കാർക്കെതിരായിട്ട് എടുക്കും. ഒരു തരത്തിലും അത് വെച്ചുപൊറുപ്പിക്കില്ല. മദ്യനയം സർക്കാരാണ് ആവിഷ്കരിക്കുക. അതിൻ്റെ ചർച്ചകൾ നടക്കാനിരിക്കുന്നതേയുള്ളൂ. ആ ചർച്ചയൊക്കെ നടക്കുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ ഒരു മാസമായി മാധ്യമങ്ങളിൽ നിരന്തരമായിട്ട് വാർത്ത വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ചെയ്യാൻ പോകുന്നു, ഇങ്ങനെ ചെയ്യാൻ പോകുന്നു എന്നൊക്കെയുള്ള വാർത്തകൾ. ആ വാർത്തകളുടെ പശ്ചാത്തലത്തിൽ അതുപയോഗപ്പെടുത്തിക്കൊണ്ട് ആരെങ്കിലും പണപ്പിരിവിന് ശ്രമിച്ചാൽ ശക്തമായ നടപടി അക്കാര്യത്തിലെടുക്കും. എക്സൈസ് മന്ത്രിയും ടൂറിസം മന്ത്രിയും നിരത്തിയ വാദങ്ങളെല്ലാം കള്ളമാണെന്ന് തെളിയിക്കുന്നതാണ് നിലവിൽ ലഭിച്ച രേഖകൾ. മെയ് 21-ന് ടൂറിസം ഡയറക്ടർ വിളിച്ച യോഗത്തിന്റെ വിവരങ്ങളാണ് നിലവിൽ പുറത്തുവന്നിരിക്കുന്നത്. ബാർ ഉടമകൾ, ഹോം സ്റ്റേ ഉടമകൾ തുടങ്ങിയ ടൂറിസം രംഗവുമായി ബന്ധപ്പെട്ടവർ നയമാറ്റത്തിനുള്ള നിർദ്ദേശങ്ങൾ നൽകാനുള്ള ഓൺലൈൻ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു. യോഗവിവരം അറിയിച്ച് യോഗത്തിന്റെ ലിങ്കും ചേർത്ത് ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ അയച്ച മെയിലിന്റെ സ്ക്രീൻഷോട്ടുകളാണ് സർക്കാരിനെ വെട്ടിലാക്കിയത്. യോഗത്തിന്റെ ഏക അജണ്ട മദ്യനയ മാറ്റമാണെന്ന് ഇതിൽ വ്യക്തമാണ്. യോഗത്തിൽ ബാർ ഉടമകൾ പ്രധാനമായി മുന്നോട്ട് വെച്ചത് രണ്ട് കാര്യങ്ങളാണ്. ഡ്രൈ ഡേ ഒഴിവാക്കുന്നതും ബാറുകളുടെ പ്രവർത്തന സമയം പുനഃക്രമീകരിക്കുന്നതുമാണ്. ഇത് ടൂറിസം ഡയറക്ടർ എക്സൈസ് വകുപ്പിൽ അറിയിക്കാമെന്ന് ഉറപ്പു നൽകിയതായും വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. മെയ് 21-ന് ചേർന്ന ഈ യോഗത്തിന് പിന്നാലെയാണ് ബാർ ഉടമയുടെ ഓഡിയോ സന്ദേശം പ്രചരിച്ചത്. ഇതോടെ സർക്കാരും ബാർ ഉടമകളും തമ്മിലുള്ള രഹസ്യബന്ധം പുറത്താവുകയും ചെയ്തു. ഡ്രൈ ഡേയും മദ്യനയത്തിലും മാറ്റമില്ലെന്ന് ആവർത്തിക്കുമ്പോഴാണ് വിവരങ്ങൾ പുറത്തുവരുന്നത്. കഴിഞ്ഞ ദിവസം ഓഡിയോ സന്ദേശത്തിന് അനുമോദനം നൽകിയ വിശദീകരണത്തിലും സർക്കാരുമായുള്ള ഒത്തുതീർപ്പ് സമീപനം വ്യക്തമായിരുന്നു. ജനം, തിരുവനന്തപുരം.